കേതു മെയ് 18 വരെ കന്നി രാശിയിലായിരിക്കും. ഇത് ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നീട് കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ഇത് ചില കാര്യങ്ങളിൽ വിരക്തി തോന്നിക്കാൻ ഇടയാക്കിയേക്കും. ബുധൻ മെയ് മാസത്തിൽ മേടൻ രാശിയിലും ഇടവൻ രാശികളിലൂടെയും സഞ്ചരിക്കും. ഇത് ഉത്രാട നക്ഷത്രക്കാരുടെ ആശയവിനിമയം, പഠനം, തൊഴിൽപരമായ കാര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങൾ ലഭിക്കാൻ അവ പ്രാവർത്തികമാക്കാൻ ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ മേടം ഇടവൻ രാശികളിലൂടെ സഞ്ചരിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാരുടെ ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധ്യത കാണിക്കുന്നുണ്ട്. ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്നത് പ്രണയ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ബന്ധങ്ങളിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. ചൊവ്വ കർക്കിടകൻ രാശിയിൽ തുടരുന്നു. ഉത്രാട നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കും. ഇത് ചില സമയങ്ങളിൽ അമിത ദേഷ്യം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി വരികയും ചെയ്യും. ഈ ഗ്രഹസ്ഥിതി ഉത്രാട നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തിക, ആരോഗ്യം തുടങ്ങിയ മേഖലകളെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലെന്ന് നോക്കാം. തൊഴിൽപരമായി നോക്കുമ്പോൾ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളൊക്കെ വേണ്ടിവരും. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ വഴി പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കും. സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഈ മാസം സാമ്പത്തികപരമായി പൊതുവെ നല്ലതായിരിക്കും. വരുമാനം വർദ്ധിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധ്യതയുണ്ട്.